അസംഷൻ മുന്നോട്ട് വെക്കുകയാണ്. ജനനായകൻ ജനുവരി 30 റിലീസ് ചെയ്യും. ഇത് ഞാൻ ആദ്യമേ പറയുന്നു, ഇതൊരു അസംഷൻ ആണ്. കാരണം ഇപ്പോഴും കോടതിയിൽ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു റിലീസ് ഡേറ്റ് പ്രഖ്യാപിക്കാൻ കഴിയില്ല. പക്ഷേ എന്നാൽ പോലും സാഹചര്യങ്ങൾ ഒത്തുവന്നാൽ ജനുവരി 30 നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ റെഡി ആയിക്കോ. ബുക്ക് മൈ ഷോയിൽ ജനുവരി 30 ഈ സിനിമ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ ഏകദേശം ധാരണകൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ 30 മാസാവസാനമാണ്. അതുകൊണ്ടാണ് ശമ്പളമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് മാറ്റി വെച്ചേക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ ഇപ്പോൾ പറയുന്നത്. പിന്നീട് അവസാനം കണ്ടില്ല കേട്ടില്ല എന്നൊന്നും പറയരുത്. ഇനി പറയാനുള്ള കാരണങ്ങളിലേക്ക് വരാം. ഒന്ന്, സുപ്രീം കോടതി ഈ കേസ് ഏറ്റെടുക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞതോടുകൂടി ഇത് വീണ്ടും ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചിലേക്ക് കേസ് മാറി. കേസ് കേൾക്കാമെന്ന് പറഞ്ഞത് 21 പക്ഷേ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്നൊരു കാര്യം പറഞ്ഞു, ഇതിങ്ങനെ ധൃതി പിടിക്കില്ലെങ്കിൽ പോലും വേഗം തന്നെ ഈ കേസിനൊരു തീർപ്പുണ്ടാക്കണമെന്ന്. അപ്പോൾ ഇതിങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഡിവിഷൻ ബെഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് ഈ കേസിന് എത്രയും പെട്ടെന്ന് ഒരു തീർപ്പുണ്ടാക്കണം. പിന്നെ ഇത് അങ്ങ് നീണ്ടു നിൽക്കാൻ പറ്റുന്ന വലിയ ബ്രഹ്മാണ്ഡ കേസൊന്നും അല്ലല്ലോ. CBFCയുടെ ഭാഗത്ത് നിന്ന് അവർക്ക് കുറച്ച് ക്ലിയറൻസ് വേണം, അല്ലെങ്കിൽ അതാണ് അവർ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇതിങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോകേണ്ട ആവശ്യവുമില്ല. മാത്രമല്ല, ഇത് ഇപ്പോൾ നേഷൻ വൈഡ് ആയിട്ട് ചർച്ച ചെയ്യുന്ന ഒരു കേസ് ആയതുകൊണ്ട് തന്നെ ഇത് അധികം അങ്ങോട്ട് നീട്ടിക്കൊണ്ടു പോകുന്നതിന് മുമ്പേ ഒരു വിധി പറയുക എന്നുള്ളത് തന്നെയാണ് ഡിവിഷൻ ബെഞ്ചിന് മുന്നിലുള്ള ഒരു വഴി എന്ന് പറയുന്നത്. അപ്പോൾ ഡിവിഷൻ ബെഞ്ച് നോക്കുമ്പോഴേക്കും 21 കേൾക്കാമെന്ന് അന്ന് പറഞ്ഞു. മാത്രമല്ല 9 റിലീസ് ചെയ്യേണ്ടിയിരുന്ന സിനിമയാണ്. അതാണ് അവർ 21 മാറ്റി വെച്ചിരിക്കുന്നത്. അതിനു മുമ്പ് സുപ്രീം കോടതിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉള്ളിൽ സ്വാഭാവികമായിട്ടൊരു പ്രഷർ ഉണ്ടാകും. കാരണം നിർമ്മാതാക്കൾ സുപ്രീം കോടതിയിലേക്ക് പോലും നീങ്ങി. അപ്പോൾ അവിടെ നിന്നും ഓടിച്ചു വിട്ടെങ്കിൽ പോലും ഡിവിഷൻ ബെഞ്ചിന് ഒരു മറുപടി പറയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് 21 ഹിയറിംഗ് നടത്താം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നും വിധി പറയുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 21 ശേഷം ഈ 30 ഒരു വിധി വരാനൊരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് 30 വേണ്ട, 21 തൊട്ട് 25 വരെ ഈ സിനിമയുമായി ബന്ധപ്പെട്ടൊരു വിധി പറയാൻ സാധ്യതയുണ്ട്. അതായത് 21 ഇത് ഹിയർ ചെയ്തിട്ട് ചിലപ്പോൾ 2-3 ദിവസങ്ങൾക്ക് ശേഷം ഒരു വിധി പറയാം എന്ന് ഡിവിഷൻ ബെഞ്ച് തീരുമാനിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓർമ്മയുണ്ടാവും, 9 PT ആശ സിംഗിൾ ബെഞ്ച് ഈ സിനിമ ഉടനെ തന്നെ റിലീസ് ചെയ്യാം എന്ന് പറഞ്ഞ തന്നെ കേരളത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ, തമിഴ്നാട്ടിലെ ഡിസ്ട്രിബ്യൂഷൻ, ആന്ധ്ര, കർണാടക, പലയിടത്തെയും ഫ്രാൻസ് രാജ്യങ്ങൾ ഉൾപ്പെടെ നോക്കുകയാണെങ്കിൽ ഫ്രാൻസിൽ UK ഉൾപ്പെടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ജനുവരി 14 ലോക്ക് ചെയ്തു. ഈ ജനുവരി 14 ലോക്ക് ചെയ്യാൻ കാരണം 9 ആണ് ഇതിൻ്റെ വിധി വന്നത്, സിംഗിൾ ബെഞ്ചിൻ്റെ വിധി. അത് കഴിഞ്ഞ് 5 ദിവസങ്ങൾക്ക് ശേഷം ഈ സിനിമയുടെ റിലീസ് ഡേറ്റ് റിലീസ് ചെയ്യാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. അതേപോലെ 25 ഈ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി വരികയാണെങ്കിൽ 30 റിലീസ് ചെയ്യാം. കാരണം അടുത്ത വെള്ളിയാഴ്ച എന്ന് പറയുന്നത് 30 അപ്പോൾ ജനുവരി 30 ഈ സിനിമ റിലീസ് ചെയ്യാം എന്നുള്ളതിലേക്ക് വരും. അതായത് 9 നിന്നും 30 ഏകദേശം 3 ആഴ്ചയോളം കഴിഞ്ഞിട്ടായിരിക്കാം ഒരു വിജയ് സിനിമ റിലീസ് ചെയ്യുന്നത്. വിജയുടെ ചരിത്രത്തിൽ തന്നെ, വിജയ് സിനിമകളുടെ ചരിത്രത്തിൽ തന്നെ അങ്ങനെ ഒരു റിലീസ് ഉണ്ടായിട്ടേ ഇല്ല, ഇത്രയും വലിയൊരു ഡിലേ. അത് സൂചിപ്പിക്കുമ്പോഴാണ് ഈ സിനിമയ്ക്ക് ഇങ്ങനെ ഒരു ധാരണയിലേക്ക് എത്തുന്നത്. അതായത് ഇതിനൊരു 3 ആഴ്ചയ്ക്ക് ശേഷം റിലീസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ജനുവരി 30 തന്നെ ഒരു ടെൻറ്റേറ്റീവ് ഡേറ്റ് ആയിട്ട് നിൽക്കുകയാണ്. പല ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഇടയിലും ജനുവരി 30 എന്നൊരു ടോക്കുകൾ വരുന്നുണ്ട്. ജനുവരി 30 സിനിമ റിലീസ് ചെയ്യാമെന്നുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. എല്ലാം നല്ല രീതിക്കാണ് പോകുന്നതെങ്കിൽ. കാരണം സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ തന്നെ ഈ നിർമ്മാതാക്കൾക്ക് അറിയാമായിരുന്നു ഇത് ഇതേ രീതിയിൽ തന്നെ വരുമെന്നുള്ളത്. കാരണം ഡിവിഷൻ ബെഞ്ചിൽ ഇരിക്കുകയാണല്ലോ. സ്വാഭാവികമായിട്ടും അവിടുത്തെ അഭിഭാഷകരൊക്കെ തന്നെ പറയുന്നത് ഇതുപോലൊരു കേസ് സുപ്രീം കോടതി അങ്ങനെ ഏറ്റെടുത്ത് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു വലിയ കേസൊന്നും അല്ല. ഇപ്പം സെൻസർ ബോർഡ് പ്രദർശനം നിഷേധിക്കുന്നു, അതിൻ്റെ കാരണം തേടുന്നു എന്നുള്ള കാരണങ്ങൾ മാത്രമേ ഈ സിനിമയ്ക്കകത്തുള്ളൂ. അല്ലെങ്കിൽ ഇതിനകത്ത് വലിയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇത് വലിയൊരു ക്രിമിനൽ കേസോ ഒന്നും അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ആ അവജ്ഞതയോടെ തന്നെയാണ് ഇത് തള്ളിക്കളഞ്ഞത്. ഡിവിഷൻ ബെഞ്ച് ഇരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് സുപ്രീം കോടതി ചോദിച്ചു. ഡിവിഷൻ ബെഞ്ച് ആവട്ടെ ഇത് അങ്ങോട്ട് തള്ളി നീക്കി കൊണ്ടുപോകേണ്ട കേസും അല്ല ഇത്. കാരണം ഇത് നേഷൻ വൈഡ് ആയിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വലിയ സിനിമയും കൂടിയാണ്. മാത്രമല്ല പ്രൊഡ്യൂസേഴ്സിൻ്റെ ആസ്പെക്റ്റിൽ നിന്ന് നോക്കുമ്പോൾ ഇത് ഏകദേശം 500 കോടിയോളം മുടക്കി 100 കോടിയോളം നഷ്ടം വന്നു. അപ്പോൾ മൊത്തത്തിൽ ഒരു 600 കോടിയോളം രൂപ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ തന്നെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അത് തിരിച്ചു പിടിക്കണം. ഓരോ ദിവസം കഴിയുന്നതോറും നിർമ്മാതാക്കളുടെ നെഞ്ചിൽ തീയാണ്. കാരണം ഒരു സിനിമ എടുത്ത് വെച്ചിട്ട് ആ സിനിമ റിലീസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് എവിടുത്തെ അവകാശമാണ്? മാത്രമല്ല സെൻസർഷിപ്പിനെ പറ്റിയും ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. എന്താണ് സർട്ടിഫിക്കേഷൻ ബോർഡിൻ്റെ നയം എന്ന് പറയുന്നത്? ഒരു സിനിമ കണ്ടതിന് ശേഷം അതിന് സർട്ടിഫിക്കേഷൻ കൊടുത്താൽ പോരെ, അല്ലാതെ അതില്ല എന്നൊക്കെ പറഞ്ഞ് റിലീസ് തടഞ്ഞു വെക്കേണ്ട അധികാരം സെൻസർ ബോർഡിനുണ്ടോ എന്നത് മുൻ സെൻസർ ബോർഡ് അംഗങ്ങൾ തന്നെ ചോദിക്കുന്ന ഒരു പല ചോദ്യങ്ങളുമാണ്. മാത്രമല്ല തമിഴ്നാട്ടിൽ നിങ്ങൾ എടുത്തു നോക്കിയാൽ തിയേറ്റർ ഓണേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉൾപ്പെടെ വലിയ ദേഷ്യത്തിലാണ്. കാരണം അവർക്ക് പൊങ്കൽ ആഘോഷമാക്കാൻ കഴിയുന്ന ഒരു സംഭവം കൂടിയായിരുന്നു ജനനായകൻ എന്ന് പറയുന്ന സിനിമ. അതാണ് നശിപ്പിക്കപ്പെട്ടത്. അപ്പോൾ ഇത് എത്രത്തോളം ഡിലേ ആകുന്നോ അത്രത്തോളം ഈ സിനിമയെ ബാധിക്കും, തിയേറ്റർ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ബാധിക്കും, ഓണേഴ്സിനെ ബാധിക്കും. കാരണം ഇതെല്ലാം കരാർ അടിസ്ഥാനത്തിലാണല്ലോ ഇവരെല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഇവരുടെ കണക്ക് കൂട്ടൽ പ്രകാരം ഒരു പൊങ്കൽ വരുമ്പോൾ എത്ര ആരാധകർ വരും, അതനുസരിച്ച് തിയേറ്റേഴ്സ് ഫില്ല് ചെയ്യാം, അതനുസരിച്ച് ഷെയർ കൊടുക്കാം, അല്ലെങ്കിൽ അതനുസരിച്ച് തിയേറ്റേഴ്സ് ഹോൾഡ് ചെയ്യാം. ഇതൊക്കെയാണല്ലോ ഇത്. അപ്പം ഒറ്റയടിക്കാണ് ഈ കോടതിയിലേക്ക് ഈ കേസ് പോകുന്നതോടുകൂടി തകടം പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ച് അവരിനി ഡിലേ ആക്കി കഴിഞ്ഞാൽ ഇനി
ഇനി പഠിത്തം വരികയാണ്, ഇനി എക്സാംസ് വരും, പിള്ളേർക്ക് സ്കൂളിൽ പോകണം, എക്സാംസ് വന്നു കഴിഞ്ഞാൽ പിന്നെ തിയേറ്റേഴ്സിലേക്ക് പോകുന്നതിന് അച്ഛനമ്മമാർ വിലക്കും. ഈ വിജയ ആരാധകരുടെ പല ഫാൻ ബേസ് എന്ന് പറയുന്നത് യൂത്താണ്. അതിപ്പോൾ കോളേജായാലും സ്കൂളായാലും ഒക്കെ നിൽക്കുന്ന യൂത്ത് ഫാൻ ബേസ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഒരു വലിയ തിരിച്ചടിയായി കഴിഞ്ഞാൽ സിനിമയ്ക്ക് ഒരു വലിയ തിരിച്ചടിയാകും. അതൊക്കെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ എത്രയും വേഗം, അതായത് വിധി വന്നു കഴിഞ്ഞാൽ എത്രയും വേഗം സിനിമയുടെ റിലീസുമായിട്ട് മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ് അവരുടെയും ലക്ഷ്യം. അതുകൊണ്ടാണ് ഈ ജാനുവരി 30 എന്നൊരു ഡേറ്റ് അവർ നിൽക്കുന്നത്. കാരണം ഇത് ഉടനെ തന്നെ ഡിവിഷൻ ബെഞ്ചിൽ നിന്നൊരു വിധി വരും. അത് വന്ന് അടുത്ത ആഴ്ച, എപ്പോൾ വരുന്നോ അതിൻ്റെ അടുത്ത ആഴ്ച സിനിമ റിലീസ് ചെയ്യാമെന്നൊരു തീരുമാനത്തിലേക്ക് കൂടി എത്തുന്നത്. ആൻഡ് മോറോവർ ജാനുവരി 30 ഈസ് എ ഗുഡ് ഡേറ്റ്. കാരണം 2 കാരണങ്ങളുണ്ട് ഈ സിനിമയ്ക്ക് ഒരു വലിയ പ്രതിസന്ധി. ഒന്ന്, നേരത്തെ സൂചിപ്പിച്ച പോലത്തുള്ള എക്സാംസ്. 2 ഇതിൻ്റെ എലക്ഷൻ ഡേറ്റ്. കാരണം എലക്ഷൻ പ്രഖ്യാപിച്ചാൽ പിന്നീട് ഈ സിനിമ കൊണ്ട് ഒരു ഗുണവുമില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സിനിമ റിലീസ് ചെയ്യണമെങ്കിൽ ഇലക്ഷൻ റിസൾട്ടിനൊക്കെ മുന്നേ വരണം. അതുവരെ വെയിറ്റ് ചെയ്യാൻ മാത്രമുള്ള സാധ്യതകൾ മാത്രമേ ഉള്ളൂ. കാരണം ഒന്നാമത് ഈ സിനിമ ഒരു പൊളിറ്റിക്കൽ സിനിമയാണ്. 2, അതുകൊണ്ട് തന്നെ ഇലക്ഷനിൽ കണ്ടസ്റ്റ് ചെയ്യാൻ പോകുന്ന വിജയുടെ ഒരു സിനിമ ഇലക്ഷൻ കമ്മീഷൻ അനുവദിക്കില്ല. ഒന്നാമത് ഒരു തരത്തിലുമുള്ള അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ അനുവദിക്കില്ല. അത് തെരഞ്ഞെടുപ്പ് ചട്ടത്തിന് എതിരാവും. അപ്പോൾ അതുകൊണ്ട് അതും നടക്കില്ല. അതുകൊണ്ടാണ് ഏറ്റവും വേഗത്തിൽ സിനിമ റിലീസ് ചെയ്യണമെന്ന ആവശ്യം കൂടി വരുന്നത്. അപ്പോൾ അവിടെ എല്ലാം കൂടി കാൽക്കുലേഷൻസ് കണക്ക് കൂട്ടിയിട്ടാണ് ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നത്, അല്ലെങ്കിൽ റിലീസ് ഇത്രയും പെട്ടെന്ന് ആക്കാൻ നടക്കുന്നത്. അതുകൊണ്ട് KVN പ്രൊഡക്ഷൻസിൻ്റെ നിർമ്മാതാവായ വെങ്കട്ട് കെ നാരായണൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. കാരണം ഈ സിനിമ എത്രയും വേഗത്തിൽ റിലീസ് ചെയ്ത് പറ്റുള്ളൂ. അതിനുവേണ്ടി ഡിവിഷൻ ബെഞ്ച് മാത്രമാണ് ഇനിയുള്ള വഴി. ഏറ്റവും പരമോന്നത കോടതിയായ സുപ്രീം കോടതി പോലും അദ്ദേഹത്തിൻ്റെ കേസ് ഏറ്റെടുക്കില്ല. ആ ഹർജി തന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇനി അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. ഇനി ആകെ ഒരു ആശ്രയം എന്ന് പറയുന്നത് ഡിവിഷൻ ബെഞ്ചാണ്. അതുകൊണ്ട് ഡിവിഷൻ ബെഞ്ച് ഇത് നിർമ്മാതാക്കൾക്ക് എതിരായിട്ട് വിധി പറഞ്ഞാൽ മാത്രമേ ഇനി ഇതേ നിർമ്മാതാവിന് സുപ്രീം കോടതിയിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും വെങ്കട്ട് കെ നാരായണൻ സുപ്രീം കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ അനുകൂലമായിട്ടുള്ള വിധി തന്നെ വരുള്ളൂ. ഇത് ഇത്രയും കാലതാമസം ഉണ്ടാക്കാൻ CBFCക്ക് സാധിക്കും. അതാണ് CBFCയുടെ വിജയം. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ നന്നായിട്ടറിയാം ഈ സിനിമ റിലീസ് ചെയ്യുമെന്നുള്ളത്. അതായത് ഇവർ ഈ കേസ് തോക്കുമെന്നുള്ളത് അവർക്ക് നന്നായിട്ടറിയാം. പക്ഷേ ഈ സിനിമയുടെ റിലീസ് മാക്സിമം ഡിലേ ആക്കണം. അത് ആരുടെ ആവശ്യം? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം റിലീസ് ചെയ്യാതിരിക്കാൻ മാത്രമായിട്ടുള്ളൊരു പ്രശ്നമില്ല. ഇപ്പോൾ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിൽ നമ്മൾ കണ്ടതാണ്. ജാനകി എന്ന പേരായിരുന്നു സെൻസർ ബോർഡിൻ്റെ പ്രശ്നം. അവസാനം കേസ് അവർ ജയിച്ചല്ലോ. ജാനകി B വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ടൈറ്റിലും മാറ്റിയിട്ടാണ് ആ സിനിമ പിന്നീട് റിലീസ് ചെയ്തത്. അപ്പോൾ ഈ സെൻസർ ബോർഡിന് അറിയാം ഇതുപോലുള്ള മാറ്റങ്ങളൊക്കെ സംഭവിച്ചാൽ പോലും സിനിമ റിലീസ് ചെയ്യും. അപ്പോൾ ഈ മാറ്റങ്ങൾ നടത്തണം. ഈ മാറ്റങ്ങൾ നടത്താൻ നിർമ്മാതാക്കൾ തയ്യാറുമാണ്, പക്ഷേ സെൻസർ ബോർഡ് തയ്യാറുമല്ല. അതുകൊണ്ടാണ് ഇവർ ഈ കേസുമായിട്ട് ഇങ്ങനെ ഡിലേ ആക്കിക്കൊണ്ട് പോകുന്നത്. അത് ആരുടെ ആവശ്യമാണെന്നുള്ളതാണ് ചോദ്യം. ആർക്കാണ് ഒരു വിജയ് ചിത്രം ഡിലേ ആക്കി പൊങ്കലിന് റിലീസ് ചെയ്യരുത് എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ മാർക്കാണത്. അതൊരു എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയെ മാത്രം ബാധിക്കുന്ന കാര്യമില്ല. ഇറ്റ്സ് പൊളിറ്റിക്സ്. ഇതൊരു രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം ആർക്കാണ് കുട പിടിക്കുന്നത് എന്നൊരു വലിയ ചോദ്യവും കൂടെ നിൽക്കുന്നുണ്ട്. ആ രാഷ്ട്രീയത്തിന് പിന്നിലാരാണ്, മുന്നിലാരാണ്? ഇതൊരു നിർണായകമായ ചോദ്യമാണ്. അപ്പോൾ ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടുകയും വേണം. പക്ഷേ നിർമ്മാതാക്കൾക്ക് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതിനേക്കാൾ വലുത് അവരുടെ സിനിമ ഒന്ന് റിലീസ് ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ്. ആ റിലീസ് ആഗ്രഹങ്ങൾ നടക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിലേക്ക് നീങ്ങാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങളിലേക്കും കൂടി എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഡിവിഷൻ ബെഞ്ചിൽ നിന്നും അനുകൂലമായിട്ടൊരു വിധി വന്നാൽ ജനുവരി 30 തന്നെ ജനനായകൻ റിലീസ് ചെയ്യും എന്നുള്ളതാണ് ഇൻസൈഡ് റിപ്പോർട്ട്സ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഇത് വ്യൂസിന് വേണ്ടി പറയുന്നതല്ല, ഇത് ഇൻസൈഡ് റിപ്പോർട്ട്സ് മാത്രമാണ് അടിസ്ഥാനത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ റിപ്പോർട്ട്സിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മാസത്തിൽ തന്നെ ജനനായകൻ റിലീസ് ചെയ്യുക എന്നുള്ളത്. കാരണം പലരുമായിട്ടും കരാറുകളുണ്ട്, പലരുമായിട്ടും ധാരണകളുണ്ട്. അതൊന്നും തെറ്റുന്നത് ഇവരുടെ ആരുടെയും കുറ്റമല്ല, കോടതിയിൽ നിൽക്കുന്ന കേസായതുകൊണ്ടാണ്. പക്ഷേ ഇങ്ങനൊരു പ്രതിസന്ധി വരുമ്പോഴേക്കും അത് എത്രയും വേഗം തരണം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നിർമ്മാതാക്കൾക്കും ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, എക്സിബിറ്റേഴ്സ്, തിയേറ്റർ ഓണേഴ്സ്, പ്രൊഡ്യൂസേഴ്സ് എല്ലാവരുടെ ഭാഗത്തു നിന്നുമുള്ളത്. അതിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു ടെൻറ്റേറ്റീവ് ഡേറ്റ് ആയിട്ട് ജനുവരി 30 നീങ്ങുന്നത് കാര്യങ്ങൾ.